രമ്യയും രവിയും അവരെ ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറാൻ തുടങ്ങി. അവിടെ നിൽക്ക്, നിങ്ങൾക്ക് തോന്നുമ്പോൾ വരാനും പോകാനും ഉള്ളതല്ല ഈ വീട്. എവിടെയായിരുന്നു ഇന്നലെ? രവി പറഞ്ഞു. അത് പുറത്തേക്ക് പോയപ്പോൾ ഇവൾക്ക് അമ്മയെ ഒന്ന് കാണാൻ ആഗ്രഹം തോന്നി, അങ്ങനെ അവിടെ പോയതാണ്. അന്നത്തെ ദിവസം അവിടെ അങ്ങ് തങ്ങി. ഓ, അന്നത്തെ ദിവസം ആക്കിയത് എന്തിനാ? ഇനിയുള്ള കാലവും നീ അവിടെ അങ്ങ് തങ്ങിക്കോ? ഇത്രയും കാലം നീ അവിടെ ആയിരുന്നല്ലോ, നിനക്ക് അമ്മയും അച്ഛനെയൊന്നും വേണ്ടായിരുന്നല്ലോ, നിനക്ക് അവളുടെ വീട്ടുകാരെ മതിയായിരുന്നല്ലോ. ഇനിയും നീ അങ്ങനെ അങ്ങ് ആയിക്കോ. ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. ഇവിടെ ഇങ്ങനെ തോന്നുമ്പോൾ വരാനും പോകാനും ഒന്നും പറ്റില്ല. അവർ പ്രശ്നമുണ്ടാക്കാൻ തന്നെ നിൽക്കുകയായിരുന്നു. അവൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി. വസ്ത്രങ്ങൾ മാറി വന്ന് രണ്ടുപേരും കട്ടിലിരുന്നു. എന്താ ചേട്ടാ അമ്മ ഇങ്ങനെ? ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചി എന്തൊക്കെ അനുഭവിച്ചു എന്ന്. എന്തൊരു പ്രശ്നമാ? കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് മുതൽ പ്രശ്നം തുടങ്ങിയല്ലോ ഇവർ. നമുക്ക് ഇവിടുന്ന് മാറാം, അവൾ പറഞ്ഞു. എന്നെ ഈ പ്രശ്നത്തിനൊന്നും കിട്ടില്ല. നീ സമാധാനപ്പെടും, നമുക്ക് മാറാം. കുറച്ച് ദിവസം കൂടി കഴിയട്ടെ. നമ്മൾ കല്യാണം കഴിഞ്ഞ് കയറി ഉടനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നാട്ടുകാരെന്ത് പറയും? ഒരാഴ്ചയും കൂടി നോക്കാം. അമ്മയുടെ സ്വഭാവം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറാം, അവൻ പറഞ്ഞു. അതിനുശേഷം അവൻ റൂമിന് വെളിയിലിറങ്ങി അടുക്കളയിൽ അമ്മയെ ചെന്ന് കണ്ടു. അമ്മ എന്തിനാണ് ഈ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത്? മുൻപ് രമയും ഞാനും ഉള്ളപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. അതുകൊണ്ട് ഗതികെട്ടാണ് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ ഇതേ അമ്മ തന്നെയാണ് രമ്യയെ കല്യാണം കഴിക്കാൻ വന്നപ്പോഴും വീട്ടിലേക്ക് ക്ഷണിച്ചത്. കല്യാണം ഇത്രയും ആഡംബരമാക്കിയതിനും അമ്മയാണ് കാരണക്കാരി. എന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കുന്നത് എന്തിനാണ്? സമാധാനത്തോടെ ജീവിക്കാനല്ലേ അമ്മ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തത്, അതോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ? ഇനിയും അമ്മ എൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ ഇടപെട്ട് ഞങ്ങളുടെ ജീവിതം കുളം തോണ്ടാൻ ശ്രമിക്കരുത്. അമ്മ കാരണമാണ് രമയും ഞാനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വാടക വീട്ടിലേക്ക് പോയത്. ഇപ്പോൾ രമ്യയെ അമ്മ സ്വീകരിച്ചിട്ട് അവളോട് എന്തിനാണ് വഴക്കിന് പോണത്? ഞങ്ങളിവിടെ തുടർന്ന് ജീവിക്കാൻ അമ്മയ്ക്ക് ആഗ്രഹമില്ലേ? ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാം. ഇറങ്ങാൻ എന്തുവാ? ഞാൻ കാര്യമല്ലേ പറയുന്നത്. അവൾക്ക് വന്നു കയറി അവൾക്കൊരു ജോലിയും ചെയ്യാൻ 24 മണിക്കൂറും കിടപ്പ്. എന്തോ ഞാൻ മാത്രം കിടന്ന് ജോലി ചെയ്ത് നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ തരണോ? ന്യായമല്ലേ ഞാൻ പറയുന്നത്? അത് നീ നിൻ്റെ ഭാര്യയുടെ വാക്ക് മാത്രം കേൾക്കാതെ നീ എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുക. അവളുള്ളപ്പോൾ അവൾ എന്തെങ്കിലും ചെയ്യുമായിരുന്നു. അപ്പോൾ അവളെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയില്ലേ? അവരുടെ മകളെക്കുറിച്ചാണ് അവർ പറഞ്ഞത്. കല്യാണം അടുപ്പിച്ച് മകൾ വീട്ടിലുണ്ടായിരുന്നു. ഇനി നിനക്ക് നിൻ്റെ ഭാര്യയ്ക്ക് ഞാൻ വെച്ച് വിളമ്പി തരണോ? അതെന്താ? 10-20 വയസ്സായ പെണ്ണിനൊന്നും വേവിക്കാൻ അറിയില്ലേ? ഒന്നും പഠിപ്പിക്കാതെ വിട്ടതിൻ്റെ കാരണം എന്താ? അത് അമ്മയ്ക്ക് അവൾക്ക് എന്തെങ്കിലും അറിയത്തില്ലെങ്കിൽ അമ്മയ്ക്ക് സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ? അവൾ ചെയ്യത്തില്ലേ? ഓ, പിന്നെ അവളോട് സ്നേഹം കാണിച്ചെങ്കിൽ മാത്രം അവൾ ചെയ്യത്തുള്ളൂ. അവൾക്കെന്തോ, അവൾ അമ്മയാണെങ്കിൽ അവൾ ചെയ്യത്തില്ലേ? അവൾക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല അമ്മേ. അവളുടെ അമ്മയല്ലേ എല്ലാ വീട്ടിൽ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവൾക്ക് പാചകത്തിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് അവൾ ശങ്കിച്ച് നിൽക്കുന്നത്. അമ്മ എന്തെങ്കിലും അവൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവളതങ്ങ് അതേ കണക്ക് ചെയ്തോളും. രവി ഭാര്യയെ ന്യായീകരിച്ച് സംസാരിച്ചു. അവർക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാനും നാളെ തൊട്ട് എനിക്കും വയ്യാന്ന് പറഞ്ഞ് ഞാനും കിടക്കാം. അപ്പോൾ പിന്നെ ഇവിടെ ഉള്ളവരെന്ത് കഴിക്കുമെന്ന് കാണാമല്ലോ, രവിയോട് അവർ പറഞ്ഞു. ഓ, അമ്മയ്ക്ക് വയ്യെങ്കിൽ അമ്മ വെക്കണ്ട എന്ന് അവനും പറഞ്ഞു. അതിനുശേഷം അവൻ റൂമിലേക്ക് ചെന്നു. നീ വിഷമിക്കാതെ, ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, അവൻ പറഞ്ഞു. അതിനുശേഷം ഉച്ച സമയമായി, ആഹാരത്തിൻ്റെ സമയമായി. ആരുടെ അനക്കമൊന്നുമില്ല. രവി പതിയെ ഇറങ്ങി. അമ്മ സെറ്റിയിൽ കിടന്ന് TV കാണുന്നു. 1:30 മണി കഴിഞ്ഞു. അമ്മ ആഹാരം വേണമെങ്കിൽ വിളമ്പി കഴിക്കണം. എന്നെ കൊണ്ടാവുന്ന കണക്കൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിൻ്റെ പെണ്ണുപിള്ളയുടെ അടുത്ത് പറ ഇട്ട് തരാൻ. അവർ വല്ലാതെ സംസാരിച്ചു. അവൻ അകത്ത് പോയി രമ്യയോട് കാര്യം പറഞ്ഞു. നീ ചോറെടുക്കും, നമുക്ക് 2 പേർക്കുള്ളത് നമുക്ക് കഴിക്കാം. അങ്ങനെ അവൾ ആഹാരം വിളമ്പി ടേബിളിൽ ഇരുന്ന് അവർ കഴിക്കാൻ തുടങ്ങിയതും അവർ ഇടയ്ക്കിടയ്ക്ക് കുത്തിയുള്ള സംസാരങ്ങൾ. ഓ, എന്ത് സുഖം ഓരോരുത്തർക്കൊക്കെ വന്ന് ഇരിക്കുക, വിളമ്പി കഴിക്കുക, ഒന്നും അറിയണ്ട. ഒരു അടുക്കളയിൽ കഷ്ടപ്പാടുകളും ജോലിയുടെ പാടും ഒന്നും അറിയണ്ട, കഴിച്ചാൽ മതിയല്ലേ. രമ്യ ആഹാരം കഴിപ്പ് നിർത്തി. രവി കണ്ണ് കാണിച്ചു, നീ മൈൻഡ് ചെയ്യേണ്ട, കഴിക്കാൻ. അവൻ നിർബന്ധിച്ചപ്പോൾ വീണ്ടും അവൾ കഴിച്ചു. പക്ഷേ മൊത്തം കഴിക്കാതെ അവൾ പാത്രവും എടുത്ത് അടുക്കളയിലേക്ക് പോയി. രവിക്ക് വല്ലാത്ത സങ്കടം തോന്നി. അവനും മതിയാക്കി. 2 പേരും പാത്രം കഴുകി വെച്ച് വീണ്ടും റൂമിലേക്ക് പോയി. നമുക്ക് മാറണം രവിയേട്ടാ, സ്വസ്ഥമില്ലാത്ത ജീവിതം എനിക്ക് പറ്റുന്നില്ല, അവൾ പറഞ്ഞു. നീ സമാധാനപ്പെട്, നമുക്ക് നോക്കാം. അങ്ങനെ അവർ അവരുടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു. കുറച്ച് നേരം മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരുന്നു. അതിനുശേഷം രവി
അവളുടെ അടുത്തേക്ക് ചെന്നിരുന്ന് അവളുടെ ഷോൾഡറിൽ ഇങ്ങനെ കൈവച്ചതും അവൾ പതിയെ നീങ്ങിയിരുന്നു. അപ്പോൾ അവന് മനസ്സിലായി താൻ അവളുടെ ഷോൾഡറിൽ കൈവച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്ന്. എന്നായിരിക്കും അവൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങുക, അവൻ മനസ്സിൽ ചിന്തിച്ചു. രവിയേട്ടാ, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി. വാഷ്റൂമിൽ പോയതും അവൾ കുറച്ചു നേരം ആലോചിച്ച് നിന്നു. ഇദ്ദേഹത്തിൻ്റെ സാമീപ്യത്തിൽ മാറ്റം വരുന്നുണ്ടോ? അടുത്തിരിക്കാറുണ്ട്, പക്ഷേ ഇങ്ങനെ ചേർന്നിരിക്കാറില്ല. പെട്ടെന്ന് അവൾക്ക് എന്തോ പോലെ തോന്നി ചേർന്നിരുന്നപ്പോൾ. അതിനെക്കാട്ടി ഉപരി ദേഹത്ത് ഷോൾഡറിൽ കൈവച്ചപ്പോൾ അതിലും തോന്നി. ദേഹത്തിൻ്റെ മനസ്സിൽ എന്തായിരിക്കാം, അവൾ ചിന്തിച്ചു. അങ്ങനെ വാഷ്റൂമിൽ പോയി മുഖമൊക്കെ കഴുകിയവൾ തിരികെ വന്നപ്പോൾ രവിയെ കട്ടിലിൽ കാണാനില്ല. അവൻ ഫോണിൽ ആരോടോ സംസാരിക്കുന്നു വെളിയിൽ. അവൾക്ക് ആശ്വാസം തോന്നി. എഴുന്നേറ്റ് പോയല്ലോ. കട്ടിലിൽ ചേർന്ന് ഇരിക്കുമ്പോഴത്തേക്ക് അവൾക്ക് എന്തോ പോലെ തോന്നുന്നു. അങ്ങനെ അവൻ തിരികെ കയറി വന്നതിന് ശേഷം കൂട്ടുകാരൻ വിളിച്ച കാര്യത്തെപ്പറ്റി അവളോട് സംസാരിച്ചു. വൈകിട്ട് അവിടെ ഒരു പാർട്ടി ഉണ്ട്, നമ്മളെ വിളിച്ചിട്ടുണ്ട്, നമുക്ക് പോയാലോ? അവൻ പറഞ്ഞു. അവൾക്ക് അപ്പോൾ അമ്മയുടെ മുഖം ഓർമ്മ വന്നു. ഇനി വീട്ടിൽ പോയേണ്ടത് ഇപ്പോൾ കേട്ട് ഇതായിട്ടിരിക്കുവാണ്. ഇനി കൂട്ടുകാരൻ്റെ വീട്ടിൽ ഫംഗ്ഷന് പോയെന്ന് പറഞ്ഞ് അവരുടെ വായിൽ നിന്ന് കേൾക്കാനാണോ? നീ സമാധാനപ്പെട്ട് അമ്മക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ആഹാരം വാങ്ങിച്ചുകൊണ്ട് വരാം. അപ്പോഴത്തേക്ക് അമ്മയുടെ ഈ ദേഷ്യം മാറും. അങ്ങനെ അവർ ഒരുങ്ങി റെഡിയായപ്പോൾ വീണ്ടും അമ്മ, നിങ്ങളെവിടെ പോന്നു? വൈകിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ, അപ്പോൾ ഞങ്ങളെയും കൂടെ വിളിച്ചിട്ടുണ്ട്, ചെല്ലാൻ പറഞ്ഞു. അന്നേരം അവരുടെ മുഖത്തിന് ഒരു മാറ്റം വന്നു, ഒരു ഗൗരവഭാവം. അമ്മയ്ക്ക് രാത്രി കഴിക്കാൻ എന്താ വേണ്ടേ? അത് കേട്ടതും അവരുടെ മുഖം ചെറുതായൊന്ന് പ്രസന്നത വന്നു. എനിക്കൊന്നും വേണ്ട, നിങ്ങൾ പോയി കഴിക്ക്. നിങ്ങളല്ലേ എപ്പോഴും പുറത്തുനിന്ന് കഴിക്കുന്ന ആൾക്കാർ. അമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന് പറ. എനിക്കൊന്നും വേണ്ട. അവൻ അവളെയും കൂട്ടി ഇറങ്ങി. അങ്ങനെ ഫംഗ്ഷനിലൊക്കെ പങ്കെടുത്തു. രവിയുടെ കുറേ കൂട്ടുകാരും അവരുടെ ഭാര്യമാരും ഒക്കെ ഉണ്ടായിരുന്നു. 1-2 പേർ രമ്യയോട് കുശലം ചോദിച്ചു. എങ്ങനെയുണ്ട് വിവാഹ ജീവിതമൊക്കെ? എല്ലാം നല്ല സ്മൂത്തായി പോകുന്നുണ്ടോ? അവരുടെ ആ ചോദ്യത്തിൽ എന്തൊക്കെയോ കൊള്ളിച്ചുള്ള വർത്താനം അവൾക്ക് ഫീൽ ചെയ്തു. അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. അവളൊന്നും മിണ്ടിയില്ല, ചിരിച്ചുകൊണ്ട് നിന്നതല്ലാതെ. അങ്ങനെ അവിടെ നിന്ന് ഫംഗ്ഷനിൽ നിന്ന് ആഹാരമൊക്കെ കഴിച്ചിറങ്ങി. അതിനുശേഷം അമ്മയ്ക്ക് ആഹാരം വാങ്ങിക്കാനായി കടയിൽ കയറി. അവർക്ക് അപ്പവും ചിക്കൻ കറിയും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് പാഴ്സൽ വാങ്ങി 2 പേരും വീട്ടിലെത്തിയതും അമ്മയെ സിറ്റൗട്ടിൽ കണ്ടില്ല. അവൻ അകത്തേക്ക് കയറി, കൂടെ അവളും. അവരെ ഹാളിലും കണ്ടില്ല. ബാത്റൂമിൽ വല്ലതും പോയതായിരിക്കും. അവൻ മേശപ്പുറത്ത് ആഹാരം വെച്ചു. അവർ റൂമിലേക്ക് കയറാൻ വന്നതും അവരുടെ സൗണ്ട്, എത്തിയോ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടം വരെ ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ.